ഇടുക്കി ചെല്ലാർകോവിൽ മെട്ട് ഏലത്തോട്ടത്തിലെ കുഴിയിൽ വീണ കടുവയെ വനംവകുപ്പ് മയക്കുവെടി വെച്ച് പിടികൂടി. കൂട്ടിൽ കയറ്റിയ കടുവയെ പെരിയാർ കടുവാ സങ്കേതത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. പരിശോധനകൾക്ക് ശേഷം പെരിയാർ കടുവാ സങ്കേതത്തിൽ തന്നെ തുറന്നുവിടും. നായയോടൊപ്പം കുഴിയിൽ കഴിഞ്ഞതിനാൽ പേവിഷബാധ വാക്സിൻ ഉൾപ്പെടെ നൽകിയതിനു ശേഷമായിരിക്കും വനത്തിൽ തുറന്നുവിടുക. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് ചേരുന്ന വിവരങ്ങളുമായി. രാഹുൽ, ഒടുവിൽ ഈ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടി. നീണ്ട നേരത്തെ ഈ ശ്രമങ്ങൾക്കൊടുവിലാണ് അങ്ങനെ മയക്കുവെടി വെച്ച് പിടികൂടാൻ കഴിഞ്ഞത്. പിന്നീട് കൂട്ടിൽ കയറ്റാനുമൊക്കെ വലിയ പാടുപെടേണ്ടി വന്നു. ഇപ്പോൾ കടുവാ സങ്കേതത്തിലേക്ക് മാറ്റി എന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നത്. മറ്റെന്തൊക്കെയാണ് വിശദാംശങ്ങൾ? പ്രശ്നം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുതന്നെയാണ്. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ആ കുഴിയിൽ വീണ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടി പെരിയാർ കടുവാ സങ്കേതത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. വിദഗ്ധമായ ചികിത്സയ്ക്ക് ശേഷം അല്ലെങ്കിൽ വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അതിനെ പെരിയാർ കടുവാ സങ്കേതത്തിൽ തന്നെ തുറന്നു വിടുകയുള്ളൂ എന്ന് ഫ്ലൈയിംഗ് സ്ക്വാഡ് DFO വിനോദ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെ 7 കൂടിയാണ് ചെല്ലാർകോവിൽ മെട്ട്, മയിലാടുംപാറയ്ക്കടുത്തുള്ള ചെല്ലാർകോവിൽ മെട്ടിൽ ജനവാസ മേഖലയിലെ ഏലത്തോട്ടത്തിനുള്ളിലുള്ള ഒരു കുഴിയിൽ ഈ കടുവ വീഴുന്നത്. കടുവ നായയെ ഓടിച്ചുകൊണ്ട് വരുന്നതിനിടയിൽ ഈ കുഴിയിൽ വീഴുകയായിരുന്നു എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. അതുകൊണ്ട് തന്നെ നായും ഈ കടുവയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. പിന്നീട് ഈ സ്ഥലത്തിന്റെ ഉടമയാണ് ഈ കടുവ കിടക്കുന്ന കാര്യം, ഈ കുഴിയിൽ വീണ് അകപ്പെട്ട് കിടക്കുന്ന കാര്യം വനംവകുപ്പിനെ വിളിച്ചറിയിക്കുന്നത്. പിന്നീട് 8 മണിയോടുകൂടി എത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ വെറ്റിനറി ഡോക്ടർ അനുരാജിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെ ഉപയോഗിച്ചുകൊണ്ട് മയക്കുവെടി വെച്ച് പിടികൂടുകയായിരുന്നു. പിന്നീട് ആ കുഴിയിൽ നിന്ന് നെറ്റ് ഉപയോഗിച്ച് കടുവയെ കെട്ടി വലിയ പാടുപെട്ടാണ് മുകളിലേക്ക് ഉയർത്തിക്കെട്ടിയത്. അതിനുശേഷം ഈ കൂട്ടിലേക്ക് കയറ്റുന്നതിനുൾപ്പെടെ വലിയ പാടുപെടേണ്ടി വന്നു. മയക്കുവെടി വെച്ച് മയങ്ങാൻ ഒരുപാട് സമയമെടുത്തു എന്നുള്ളത് ഒരു വെല്ലുവിളിയായിരുന്നു. പിന്നീട് ഈ വലയിൽ കെട്ടിയതിനു ശേഷവും അനക്കമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ പാടുപെട്ടു ഈ കൂട്ടിലേക്ക് കയറ്റാൻ എന്നുള്ളതാണ് നമ്മൾ ആ സ്ഥലം കണ്ടപ്പോൾ തന്നെ, അല്ലെങ്കിൽ ആ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനും കഴിഞ്ഞത്. എന്തായാലും ഈ നായക്കൊപ്പം ഈ കടുവ കിടന്നതിനാൽ ഈ നായ പലതവണ ഈ കടുവയെ മാന്തിയിട്ടുണ്ട്, ആക്രമിച്ചിട്ടുണ്ട് മയക്കുവെടി വെച്ചതിന് ശേഷം. അതുകൊണ്ട് തന്നെ പേവിഷബാധ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി റാബീസ് വാക്സിൻ ഈ കടുവയ്ക്ക് എടുക്കും. അതിനുശേഷമായിരിക്കും ഇതിനെ ഉൾവനത്തിലേക്ക് തുറന്നുവിടുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പെരിയാർ കടുവാ സങ്കേതത്തിലായിരിക്കും തുറന്നുവിടുക. ഈ കടുവ തമിഴ്നാടിന്റെ വനമേഖലയിൽ നിന്ന് എത്തിയതാകാം എന്നൊരു നിഗമനമുണ്ട്. ഇനി ഇത് കേരള ടൈഗർ ലിസ്റ്റിൽ ഉൾപ്പെട്ട കടുവയാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കും. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക. തമിഴ്നാടിന്റെ കടുവയാണെങ്കിൽ അത് കൃത്യമായിട്ടുള്ള വിവരം തമിഴ്നാടിനെ അറിയിക്കുകയും ചെയ്യും. എന്തായാലും ജനങ്ങൾക്ക് ആശങ്കയുണ്ട്. ആ പ്രദേശത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കടുവ വരുന്നതും കുഴിയിൽ അകപ്പെടുന്നതും. ഇത്തരം ഒരു ദൌത്യം ആളുകൾ കാണുകയും ചെയ്യുന്നത്. നേരത്തെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു, കാൽപ്പാടുകൾ കടുവയുടേതുണ്ട്, പുലിയുടേതുണ്ട് എന്നുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തരം ഒരു സംഭവം ആദ്യമായിട്ടാണ്. അതുകൊണ്ട് വനംവകുപ്പിന്റെ ഇടപെടൽ ഈ മേഖലയിൽ കൂടുതൽ കാര്യക്ഷമമാക്കണമെന്നും പറയുകയും ചെയ്തിട്ടുണ്ട്. കുമിളി റേഞ്ചിൽ പെട്ട സ്ഥലത്താണ് ഈ കടുവ കുടുങ്ങിയത് എന്നുള്ള കാര്യം കൂടി പറയേണ്ടതാണ്. ശരി, രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.